നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ത്യയിൽ 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 1. ദേശീയ അടിയന്തരാവസ്ഥ. അനുച്ഛേദം 352. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. ഇന്ത്യയിൽ 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോഴാണ്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമായിരുന്നു. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ. 1985 52-ാം ഭരണഘടനാ ഭേദഗതി വഴിയിലൂടെ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 1985 52-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102-ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 102-ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10-ാം പട്ടിക ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലത്ത് 1860. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലത്ത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ 1860 ഫെബ്രുവരി 29. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി 1947 നവംബർ 26. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷം. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 15-ാമത്തെ വ്യക്തി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ നോമിനി. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 15-ാമത്തെ വ്യക്തി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 2ാമത്തെ വനിതാ പ്രസിഡന്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പ്രസിഡന്റും 2ാമത്തെ വനിതാ പ്രസിഡന്റുമാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പ്രസിഡന്റും 2ാമത്തെ വനിതാ പ്രസിഡന്റും ദ്രൗപദി മുർമു. ഒഡീഷയിൽ നിന്നുള്ള ഗോത്രവർഗ നേതാവാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ.എം. സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ.എം. സിംഗ്വി കമ്മിറ്റി.
പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. സാധുത നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി 1902. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. 2011 മുതൽ മുൻപ് ഫെബ്രുവരി 19 ആയിരുന്നു. നിലവിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1992 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയത്. 1992 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് അഥവാ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1-നാണ്. 1903 ജൂൺ 1-നാണ് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ ഭാഗം 9A-യിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 9A-യിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 12 പട്ടികകളാണ് ഭരണഘടനയിൽ ഉള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 12 പട്ടികകളാണ് ഭരണഘടനയിലുള്ളത്. 1951 1-ാം ഭേദഗതി വഴിയാണ് 9-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1985 52-ാം ഭേദഗതി വഴിയാണ് 10-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1992 73-ാം ഭേദഗതി വഴിയാണ് 11-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1992 74-ാം ഭേദഗതി വഴിയാണ് 12-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 8-ാം പട്ടിക ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 8-ാം പട്ടിക ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 9-ാം ഷെഡ്യൂൾ ഭൂപരിഷ്കരണം, സംസ്ഥാനങ്ങളുടെ പ്രത്യേക തരം നിയമങ്ങൾ എന്നിവ. 9-ാം ഷെഡ്യൂൾ ഭൂപരിഷ്കരണം, സംസ്ഥാനങ്ങളുടെ പ്രത്യേക തരം നിയമങ്ങൾ എന്നിവ. 10-ാം ഷെഡ്യൂൾ കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ. 11-ാം ഷെഡ്യൂൾ പഞ്ചായത്ത് രാജ് നിയമം. പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്ന 29 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 11-ാം ഷെഡ്യൂൾ. 12-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികളുടെ അധികാര പരിധിയിൽ വരുന്ന 18 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 11 പഞ്ചായത്ത് രാജ് നിയമം. 12-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികളുടെ അധികാര പരിധിയിൽ വരുന്ന 18 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246-ലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246-ലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രധാന ലിസ്റ്റുകൾ: യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 1, സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 2, കൺകറന്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 എന്നിങ്ങനെ 3 തരം ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിനാണ് അധികാരം. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുന്ന അധികാരമുള്ളത് പാർലമെന്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്കും
കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, പാർലമെന്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാനങ്ങള്. കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 3 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി. 1976 42-ാം ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി. അവയാണ് 1976 42-ാം ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി. അവയാണ്: 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്കം, 4 നീതിന്യായ ഭരണം, 5 വന്യമൃഗങ്ങളുടെ പക്ഷികളുടെയും സംരക്ഷണം. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിന്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി 1976. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42-ാം ഭേദഗതിയിലാണ്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 42-ാം ഭേദഗതി പാസാക്കിയത്? ഇന്ദിരാഗാന്ധി. ഏത് പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് 42-ാം ഭേദഗതി പാസാക്കിയത്? ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ 326-ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 101-ാം ഭേദഗതി 2016. 101-ാം ഭേദഗതിയുടെ പ്രതിപാദ്യം GST. 101-ാം ഭേദഗതി 2016. ഭേദഗതിയുടെ പ്രതിപാദ്യം GST. 101-ാം ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഭേദഗതി 101-ാം ഭേദഗതി 2016. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്.
ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിറ്റാണ് കൊവാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിറ്റ് കൊവാറന്റോ. കൊവാറന്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അധികാരം. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതിയിൽ അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്വറി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്വറി.